കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്കൊപ്പം കൈകോർത്ത് എം.കെ. മുനീർ എം.എൽ.എ. എം.കെ. മുനീർ ചെയർമാനായ അമാന എംബ്രേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അംഗങ്ങളിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അബു ലൈസും. ദുബായിൽ ജോലി തേടിയെത്തുന്നവർക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണിയായ അബു ലൈസാണ് പദ്ധതിയുടെ പ്രധാന സംഘാടകൻ. 2013 കരിപ്പൂർ എയർപോർട്ടിൽ എയർ ഹോസ്റ്റസ് പിടിയിലായ സ്വർണ്ണക്കടത്ത് കേസിന്റെ മുഖ്യ ആസൂത്രകൻ അബു ലൈസ് ആയിരുന്നു. ഒളിവിൽ പോയ അബു ലൈസിനെ 2017 അറസ്റ്റ് ചെയ്തത്. കോഫെപ്പസ് പ്രകാരം ജയിലിലായിരുന്നു അബു ലൈസ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ എം.കെ. മുനീറിൻ്റെ വളരെ പ്രധാനപ്പെട്ട എം.കെ. മുനീറിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസ്റ്റീജ് പദ്ധതി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന അമാന എംബ്രേസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകാർക്കുള്ള ബന്ധം കഴിഞ്ഞ ദിവസമാണ് കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടത്. അത് പിന്നീട് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വന്നിരുന്നു. മുതിർന്ന ലീഗ് നേതാവും എം.എൽ.എയുമായ എം.കെ. മുനീർ ചെയർമാനായ പദ്ധതിയുടെ മുഖ്യ സംഘാടകനായാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എത്തുന്നത്. ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വവും എം.കെ. മുനീറും എന്ത് മറുപടി പറയുമെന്ന് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് നിന്നും പി.വി. കുട്ടൻ. ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട്, പ്രത്യേകിച്ചും ശ്രീ ഷംസുദ്ദീൻ ശ്രദ്ധിക്കാനാണ്. വിദേശത്ത് തൊഴിലും താമസവും വാഗ്ദാനം ചെയ്ത് ലീഗ് നേതാവ് എം.കെ. മുനീറിന്റെ നേതൃത്വത്തിൽ കൊടുവള്ളിയിൽ നടത്തുന്ന അമാന എംബ്രോയ്സ് പദ്ധതിയുടെ ഭരണസമിതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ റഫീഖ് അമാന, കോഫെപ്പോസെ പ്രകാരം തടവിലായിരുന്ന അബു ലൈസ് തുടങ്ങിയ ആളുകൾ ഉള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർണം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ ഒരു പേടി തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുമായിരിക്കും. നിങ്ങളുടെ തന്നെ നേതാവ് കാസർഗോഡ് ഒരു സ്വർണ്ണക്കട നടത്തി എന്തെല്ലാമാണ് ആളുകളെ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് താങ്കളൊന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കി പറഞ്ഞാൽ നന്നായിരിക്കും. ഇത് ഇരട്ട മുഖമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇരട്ട മുഖത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനായ ശ്രീ മുനീർ അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞൊരു പരാമർശം അത് വലിയ അപകടത്തിലേക്ക് എത്തുന്നതാണ്. ഒരു പ്രതിയുടെ പേരിൽ പറയുന്നത്, ആ പേര് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വർഗീയ ധ്രുവീകരണത്തിന് ഈ നിയമസഭയെ വേദിയാക്കിയിട്ടുള്ളത് വലിയ അപകടമാണ്. അതങ്ങ് പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്തണം. എനിക്കെതിരെ ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി. യാതൊരു വസ്തുതയുമില്ലാത്ത, അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാത്തൊരു കാര്യം എൻ്റെ പേരിൽ എഴുതി കൊടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് രേഖകളിൽ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സർ, ഒരു കാര്യം കൂടി പറയാം. ഇവിടെ കുറച്ച് കാലമായി മലപ്പുറം ജില്ല ഇതിലേക്ക് പോരുത്. നിങ്ങൾ ഇതിലേക്ക് വരൂ. അല്ല, അങ്ങനെ പറ്റില്ല. നിങ്ങളുടെക്കെതിരെ ഉന്നയിച്ച ആരോപണം 2 ഈ പറഞ്ഞ ആൾക്കെതിരെ ഡിനൈ ചെയ്ത് തീർന്നു.